ഇനി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാനുള്ള സമയമായിരിക്കുകയാണ്. അതായത് ഡിവോഷണൽ റൗണ്ട് വന്നു. നമ്മുടെ ദേവതീർത്ത് എത്തുകയാണ്. സോ ലെറ്റ്സ് വെൽക്കം ദേവതീർത്ത് ഓൺ സ്റ്റേജ്. മകനെ ആദിത്യരാജ, എന്തുണ്ട്? നിന്റെ നിപ്പും നടപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ പാവമാണെന്ന് തോന്നുന്നു. ഡീസന്റ് കുഞ്ഞല്ലേ. സാമി, എന്തുണ്ട് വേറെ വിശേഷം? നാളെ അച്ഛൻ വരും. അച്ഛൻ സിംഗപ്പൂരാണ് കേട്ടോ. 3 മാസം കൂടുമ്പോ വരും അല്ലേ? നീ വിളിപ്പിക്കുന്നതായിരിക്കും അല്ലേ? ഞാൻ വിളിപ്പിക്കുന്നേ. അപ്പൊ അച്ഛന്റെ അടുത്ത് പറയൂ ഈ കാര്യങ്ങളൊക്കെ. പറയും. ഏത് ഈ കാര്യങ്ങളൊക്കെ? ഏത് കാര്യം? ഇപ്പോൾ നടന്ന കാര്യങ്ങൾ. എന്താ നടന്നത്? നേരത്തെ ഒന്നും പറഞ്ഞില്ലേ? ഏത്? ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. കേട്ടോണ്ടിരിക്കുന്നവർ ആരെങ്കിലും കേട്ടോ? ആർജിതൊന്ന് പറഞ്ഞില്ലേ? ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അച്ഛൻ്റെ അടുത്ത്. ആർജിത ഇന്ന് ഇവിടെ ലൈവ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ കുറ്റം പറഞ്ഞോണ്ടിരിക്കുക. മക്കളെ, നീ പറഞ്ഞില്ലേ ആർജിത കൊല്ലംകാരെ പറ്റി മോശമായിട്ട് പറഞ്ഞു? പോയിന്റ് നമ്പർ 1 ഇശലിനോട് മിണ്ടരുത്. നമ്പർ 2 ഇശലിനോട് മിണ്ടരുത്. ബാക്കി പെണ്ണുങ്ങളുടെ അടുത്ത് മിണ്ടരുത്. എന്റെ അടുത്ത് മാത്രമേ മിണ്ടാവൂ എന്ന് പറഞ്ഞു. പെണ്ണുങ്ങളുടെ അടുത്ത് മിണ്ടല്ലേന്ന് പറഞ്ഞില്ല, ഇശലിന്റെ അടുത്ത് മിണ്ടല്ലേന്ന് പറഞ്ഞു. ഈശ അത് പെണ്ണല്ലേ? അപ്പം അങ്ങനെ ജനറലായിട്ട് പറഞ്ഞെന്ന് ഒരു സൂചന പണിയോടൊക്കെ മാത്രമേ ഉള്ളത്. പിന്നെന്തായിരുന്നു പറഞ്ഞത്? പിന്നെ വേറൊന്നും പറഞ്ഞില്ല അവള്. അവള് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ അമ്മേക്കിന്റെ അടുത്ത് പോവരുത് നീ പറഞ്ഞു. ഞാൻ എപ്പോഴാ പറഞ്ഞു? നീ പറഞ്ഞു അമേഘിനോട് മിണ്ടെന്ന് നിനക്ക് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞില്ല. അവള് പറഞ്ഞു. അത് സത്യം. എന്താ പറഞ്ഞേ? ഞാൻ ജസ്റ്റ് ഒന്ന് അമ്മേന്റെ അടുത്ത് പോകുമ്പോഴത്തേക്ക് ഇവൻ എന്റെ അടുത്ത് പിണങ്ങും. അത് സത്യം. ഞാൻ പിണങ്ങത്തില്ല. എനിക്കെന്താ പിണങ്ങുന്നേ? ഇതിപ്പോ ആരെയും ഞാൻ വിശ്വസിക്കണം? എന്നെ. അതെങ്ങനെ? അല്ല, അത് ഇത് വെച്ച് നീ ഈ കൊച്ചിനെ ഇട്ടിട്ട് പോയോ ഇരുട്ടത്ത്? അല്ല, അത് കരണ്ട് പോയി. അപ്പോഴത്തേക്കും ഞാൻ അമ്മച്ചിയെ വിളിച്ചോണ്ട് ഓടി. അമ്മച്ചിയോ? നീ അവിടെ നിന്നിട്ട് പറയണം, ആർജിതേ ധൈര്യമായിട്ടിരിക്കും, ഞാനുണ്ട് കൂടെ, ഇപ്പൊ ലൈറ്റ് വരും എന്ന് പറയണ്ടേന് പറഞ്ഞ നീ എലി ഓടുന്ന പോലെ ഓടിപ്പോയി കഴിഞ്ഞാല് തുടക്കത്തിലേ നീ വിശ്വാസക്കേട് കാണിച്ചു. അതെ, നീ ആ കൊച്ചു തന്നെ വിശ്വസിക്കുകയല്ല. ഒരിക്കലും വിശ്വസിക്കില്ല. മറ്റേ ഇശലിന്റെ കാര്യം, ഇശലിനോട് പെൺപിള്ളേർക്ക് ഭയങ്കര കെയറിങ് വേണം. ഞാൻ പറഞ്ഞിട്ടില്ല. കള്ളത്തിനും പറയുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല. നീ പറഞ്ഞിട്ടുണ്ട്. ഉള്ളത് ഞാൻ സത്യസന്ധമായിട്ട് പറയാറുള്ളൂ. ഈശ്വരനോട് പറഞ്ഞിട്ടില്ലാത്തതായിട്ടാണ് എന്റെ കക്ഷി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മുടെ കക്ഷി ഇവിടെ പറയുന്നത് പറഞ്ഞിട്ടുണ്ടെന്നാണ്. ഈശ്വരനോട് പറഞ്ഞിട്ടല്ലടാ? പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് അടുത്ത് മിണ്ടരുതെന്ന് നീ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വൈക്കുവാ മോനെ, ഇവൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും ചക്കിക്കൊത്തൊരു ചങ്കര. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്. അതെ, അതാണ് ഈ പൊസസീവ്നെസ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പോരുത് ആണ് താനും. എന്നാലും ആരോടെങ്കിലും മിണ്ടും ഒരു കുശുമ്പോ. പക്ഷേ എടാ, പാട്ടല്ലേ നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ചേച്ചി എന്തോ തെറ്റ് ചെയ്തല്ലേ? ബാക്കി കാര്യങ്ങൾ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ? നിങ്ങൾ എന്റെ അടുത്ത് മിണ്ടത്തില്ല ഇപ്പൊ മിണ്ടിയില്ലേ? ഇപ്പൊ എന്റെ അടുത്ത് മിണ്ടാറില്ല. അമ്മേക്കിനെ കൈയിട്ടോണ്ട് കിടക്കും. ഇപ്പൊ നമ്മളെ മൈൻഡേ ഇല്ല. ഞാൻ തിരിച്ച് മൈൻഡ് ചെയ്യാനും പോയി. അല്ല, നമുക്ക് ഈ പ്രശ്നം ഒന്ന് ജസ്റ്റ് ഒന്ന് സോൾവ് ആക്കിയിട്ട് തുടങ്ങിയാൽ മതി. അല്ലെങ്കിൽ കാണുന്നവർക്ക് ഒരു വിഷമം. കൈ പിടിച്ചിട്ട് പോയാൽ മതി. സോറി. ഇങ്ങനെ അല്ല, അങ്ങനെ പറഞ്ഞാ പോരാ. രണ്ടുപേരും കൈ പിടിച്ചു സോറി. കൈ ഇങ്ങനെ കൊടുക്കടാ. സോറി. നീ ഒഴിവാക്കുന്ന കേട്ടോ. നിന്നെ ഇതാടാ ലൗലി അങ്ങനെ ചെയ്തത്. അങ്ങനല്ല, സോറി. പാവം. ടേക്ക് നമ്പർ 2. ഓക്കേ, ആക്ഷൻ. ഇവിടെ പറഞ്ഞില്ലല്ലോ. ഏകദേശം. നീ കെട്ടിപ്പിടിച്ചിട്ട് പോക്കോ. അപ്പൊ ഇനി നോ വഴക്ക്. ഇനി വഴക്കുണ്ടാക്കരുത്. ബെസ്റ്റ് ഫ്രണ്ട്സ്. ഓക്കെ. അപ്പൊ ഏത് പാട്ട്? മച്ചകത്തമ്മയെ. മച്ചകത്തമ്മയെ കാൽ തൊട്ട് വന്ന് മകനെ തുടങ്ങൂ നീ യാത്ര. നീ തുടങ്ങാൻ പോവാ ഒരു യാത്ര.
അപ്പൊ സിനിമ ചിന്താവിഷ്ടയായ ശ്യാമള, ആ മ്യൂസിക് ജോൺസൺ മാസ്റ്റർ, ആ ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാറ്, ഉം. വർഷം 1998, പാടിയത് പറയടാ. പാടിയത് MG സാർ. ആ ശരി, okay. All the best. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സ്വാമി ശരണമയ്യ, സ്വാമി. എടാ ദേവതീർത്ഥക്കുട്ട, എന്തോ? നീ അങ്ങ് അലിഞ്ഞു ചേർന്ന് പാടി കേട്ടോ. താങ്ക് യു. കാരണം ഞാൻ പാടിയ ആ സ്റ്റുഡിയോയും ഇതൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു പോയി. കാരണം ജോൺസേട്ടനും ഗിരീഷും എല്ലാവരും കൂടെ കൂടിയിട്ടുള്ള ചിന്താവിഷ്ടയായ ശ്യാമള, എല്ലാവരും ഈ മധ്യമാവധി രാഗത്തിൽ ട്യൂൺ ചെയ്യുമെങ്കിലും ജോൺസേട്ടൻ ഒരു അയ്യപ്പൻ പാട്ട് ട്യൂൺ ചെയ്താൽ അത് വേറൊരു ലെവലിൽ പോവും. ഒരു ക്രിസ്ത്യൻ ഡിവോഷനിൽ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല, അത് വേറൊരു ലെവലിൽ പോവും. ഒരു മാപ്പിളപ്പാട്ടാണെങ്കിൽ കൽബിലൊരു പനപ്പാട്ടുണ്ടോ, അങ്ങനത്തെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ. മോൻ ആ പോർഷൻ ഒന്ന് പാടിക്കുക. ആ ഇതിൻ്റെ എൻഡിൽ നീ നന്നായിട്ട് പാടി, ഒന്നുകൂടെ കേൾക്കാനുള്ള ആഗ്രഹമാണ്. ഹോമകുണ്ഠം പോൽ ജ്വലിക്കും മനസ്സിന് സാന്ത്വനം പകരുന്ന യാത്ര
അതിന് അക്ഷരവും ട്യൂണും ശ്രുതിയും എല്ലാം കൃത്യമായിട്ട് മോൻ പാടി. ഞാൻ വലിയൊരു കൈഡിയായിരുന്നു. ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. ജസ്റ്റ് ലൈക്ക് റെക്കോർഡ് മോൻ പാടിയിരുന്നു. ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. ചക്കരേ എന്തോ ഉമ്മ ഓ പ്രത്യേകിച്ച് ആ ലാസ്റ്റ് സ്വാമിയേ എന്ന് നീ ഞാനിത് പ്രതീക്ഷിച്ചില്ല. ഓ പെട്ടെന്ന് ഇങ്ങനെ ഒരു കുളിരല്ലേ, ഒരു കുഞ്ഞിന്റെ ഒച്ചയിലാണ് അത് കേൾക്കുന്നെങ്കിലും ഇപ്പൊ എം ജി സാറിന്റെ പാട്ടാ എനിക്ക് തോന്നുന്നു. ഞാൻ ഇന്നാളും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇദ്ദേഹത്തിന്റെ പാട്ട് എം ജി സാർ പാടുന്നതിന്റെ ഒരു പവർ നമുക്കറിയാലോ. എത്രയോ പാട്ടുകൾ കൈകാര്യം ചെയ്തേക്കുന്നു, പാടി തഴമ്പിച്ചല്ലോ. പക്ഷെ അതിന്റെ ഒരു കുഞ്ഞു മിനിയേച്ചർ വേർഷനാണ് അത്. നിന്റെയും ഒരു പക്ഷേ ഒരു റോൾ മോഡലാണ്, ഒരു കൺകണ്ട ദൈവമാണെന്ന് എനിക്കൊരു സംശയം. നീ കുറെ സെയിം ഇങ്ങനെ പാട്ട് നോക്കി സെലക്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ എനിക്കൊരു സംശയം. ആണോ? ഭയങ്കര ആരാധിക്കുന്നു അല്ലേ? കലക്കിയുടെ മുത്ത ഇന്ന് കലക്കി. പിന്നെ പാട്ടിന്റെ കാര്യത്തിന് അവസാനം വന്നപ്പോഴേ ഈ ശബരിമലയില് മകരജ്യോതി തെളിയും. മകരജ്യോതി തെളിയുന്ന സമയത്ത് ഒരു ഭക്തിയില്ലെങ്കിൽ പോലും അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങള് വേറെ ട്രാൻസിലേക്ക് പോകും. ലക്ഷക്കണക്കിന് മനുഷ്യര് പല മലകളില് ഈ മകരജ്യോതി കാണാൻ നിന്നിട്ട് അവിടെ മകരജ്യോതി തെളിയുന്ന സമയത്ത് സ്വാമി ശരണമയ്യപ്പ സ്വാമിയെന്ന് വിളിച്ചു കൊടുക്കും. ഇത്രയും മനുഷ്യർ ഒരേ സമയം ശരണമയ്യപ്പ എന്ന് ഏറ്റുവിളിക്കും. ഈ സമയത്ത് മല ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന നമുക്കറിയാൻ പറ്റും. ആ ഒരു ഫീലിംഗ് കിട്ടി നീ ഇതിന്റെ അവസാനം പാടിയപ്പോൾ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.